ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിൽ വിസിറ്റിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന കൃഷ്ണ ടെമ്പിൾ കാണാനായിട്ടാണ്. ഇവിടെ വിസിറ്റേഴ്സ് കുറവാണെന്നാണ് ഇവിടെ കെയർ ടേക്കർ പറഞ്ഞത്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല. ഇത് ഫുള്ള് കരിങ്കല്ലാണ് ചെയ്തേക്കുന്നത്. കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം നിലത്ത് പാകുന്നതടക്കം കരിങ്കല്ലാണ്, മൊത്തം കരിങ്കല്ലാണിത്. ധാരാളം ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കൂളിംഗ് ആട്ടോ, സൂപ്പർ കൂളിംഗ് അതിൻ്റെ അകത്ത്. ഇതേ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട, പൊളി. അങ്ങനെ നമ്മളിങ്ങനെ അകത്തേക്ക് പോവാണ്. അകത്തൊരു പ്രധാന മണ്ഡപമുണ്ട് കേട്ടോ, നിറയെ കൽത്തൂണുകളാണ്. പിന്നെ സൈഡിലൊരു ചെറിയ മണ്ഡപമുണ്ട്. ഈ പ്രധാന മണ്ഡപത്തിൻ്റെ 3 വശത്തും കരിങ്കൽ തൂണുകൾ നാട്ടിയിട്ടുള്ള നമ്മൾ ആദ്യം കണ്ട ബസാറിൻ്റെ മാതൃകയിലുള്ള കെട്ടിടമാണ് കേട്ടോ. മൊത്തം ഒത്തിരി പില്ലറുകളുണ്ട്. പിന്നെ ദേ സൂപ്പറുണ്ട്. ഇവിടെ ഒരു കരിങ്കൽ തൊട്ടിയുണ്ട്. ഇവിടെ വെള്ളമൊക്കെ പിടിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതാണ്, കാണിച്ചിരാട്ടാ. ഇതാണ് കൽത്തൊട്ടി. ഇതിൽ പിടിച്ചു വെച്ചേക്കുന്ന വെള്ളം പച്ചവെള്ളമാണല്ലോ, പച്ച കളറുള്ള വെള്ളം, പച്ചവെള്ളമല്ല. ഇത് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയതാണ് ഈ കൽത്തൊട്ടി. അതേ ഇപ്പുറത്ത് അതേ വലിയൊരു കൽത്തൊട്ടി കണ്ട. ആ കൽത്തൊട്ടിയിൽ നോക്കട്ടെ വെള്ളം ഉണ്ടോന്ന്. മഞ്ഞ വെള്ളം കൊള്ളാം. ഈ കളറ് മഞ്ഞ കളറിലെ വെള്ളം കേട്ടോ. നമ്മൾ കയറി വരുമ്പോഴുള്ള പ്രധാന ഗോപുരമില്ല, അതിൻ്റെ അകത്തുനിന്നുള്ള കാഴ്ച കേട്ടോ ഇത്. ഇതിൻ്റെ മോൾ ഭാഗത്ത് കണ്ടോ, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് പോയതല്ല, ഇത് യുദ്ധത്തിൽ തകർന്നു പോയതെന്നാണ് അവർ പറഞ്ഞത്. മുകളിൽ ഇഷ്ടിക പോലെ തോന്നുന്നുണ്ടല്ലോ, ഏറ്റവും മുകളിൽ ഒരു ചുടുകട്ട പോലെയുണ്ട്. അത് വെച്ചിട്ടാണ് അവിടെ ഉണ്ട്. അത് കരിങ്കല്ല് വെച്ചിട്ടല്ല കേട്ടോ മുകളിലേക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ താഴത്തേക്കാണ് കരിങ്കല്ല്. വേണ്ട, മൊത്തം പൊട്ടി അടർന്നു പോയിട്ടുണ്ട്. അവിടെ ഒത്തിരി ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിസൈനുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സൈഡിലൊക്കെ. ഇതേ അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഭാഗം, അപ്പുറത്തെ ഭാഗമൊക്കെ പൊട്ടി അടർന്നു പോയി. അത് ഒറ്റക്കല്ലിൽ തീർത്ത് വെച്ചിരിക്കുന്ന ആനയുടെ രൂപം കേട്ടോ. രണ്ടിനും തുമ്പിക്കൈയില്ല. യുദ്ധത്തിലൊക്കെ തകർന്നു പോയി നശിച്ചു പോയതാണെന്ന് തോന്നുന്നത്. കണ്ടോ, എല്ലാ സൈറ്റിലും മെയിൻ സംഭവം ആനയുണ്ടാവും കേട്ടോ. എല്ലാത്തിലും ആനയുടെ രൂപങ്ങൾ എല്ലാ ഗോപുരത്തിൻ്റെ ഒക്കെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അകത്തേക്ക് പോകുമ്പോൾ ഉള്ള എല്ലാ തൂണുകളിലും എന്തെങ്കിലുമൊക്കെ പണികൾ നടത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. ഓരോരോ തൂണിനും ഒരു കഥ പറയാനുണ്ട്. എല്ലാം വ്യത്യസ്തമാട്ടോ. ഒരു തൂണിലുള്ള കാര്യമല്ല അടുത്ത തൂണിലുള്ളത്. എല്ലാം വ്യത്യസ്തങ്ങളായ കഥകൾ പറയുക. നമുക്കിത് കണ്ടൊന്നും മനസ്സിലാവില്ല. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മനസ്സിലാവുമായിരിക്കാം. പക്ഷേ എനിക്കിത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ല. വളരെ സൂപ്പറായിട്ടുള്ള പണ്ടത്തെ ശില്പികളുടെയൊക്കെ കരവിരുതാണ് ഈ കാണുന്നതൊക്കെ. എത്രയോ നൂറ്റാണ്ടുകളായി ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇന്നും ഇങ്ങനെ അവശേഷിപ്പിച്ചിരിക്കുന്നുണ്ടോ. ഡാർക്കാണല്ലോ. അകത്തന്നെ നോക്കട്ടെ. കൊച്ചടപ്പ് എന്തോ കൊണ്ട് പകച്ചു വെക്കണ്ടല്ലോ. ലൈറ്റ് വിളിച്ച് നോക്കട്ടെ. അവിടെ ദേ ഒരു വാതിലുണ്ട് കേട്ടോ. അത് പൂട്ടിയിട്ടിട്ടുണ്ട്. നോക്കട്ടെ അതിൻ്റെ അകത്തെന്താണാവോ. ഇവിടെയൊന്നുമില്ല. ഇവിടെ ഉണ്ട് തൂണുകൾ.
ഇതിൻ്റെ അകത്തൊക്കെ എന്തോ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 തൂണുകളുണ്ട് കേട്ടോ ഈ കയറി ചെല്ലണോടത്ത്. 4 തൂണിലും എന്തൊക്കെയോ കഥകൾ കുത്തി വെച്ചിട്ടുണ്ട്. അകത്തെന്താണെന്നാണ് കൊച്ചു നോക്കണേന്ന് തോന്നണം. നോക്കട്ടെ കേട്ടോ, അകത്തെന്താന്ന് നോക്കട്ടെ. എന്തുവാ അകത്തെന്തോ ഒരു ശില്പമുണ്ട്. എൻ്റെ പൊന്നി, വവ്വാലാണല്ലോ ഇരിക്കുന്നത്. എൻ്റെ പൊന്നു, ഇത് എത്ര വവ്വാല തൂങ്ങി കിടക്കണമെന്ന് നോക്കി. വെറുതെ അല്ല, ഭയങ്കര സ്മെല്ലായിരുന്നു ഇങ്ങോട്ട് കയറി വന്നപ്പോൾ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി ശ്രീ ലക്ഷ്മി നരസിംഹ ടെമ്പിളിലേക്കാണ് നമ്മൾ പോണേ. ഇത് ഹംപിയിലെ പ്രശസ്തമായ ലക്ഷ്മി നരസിംഹൻ്റെ പ്രതിമയാണ്. കൃഷ്ണദേവരായരുടെ കാലത്താണ് ഇത് പ്രതിഷ്ഠിച്ചത്. 1528 ഇത് വിഷ്ണുവിൻ്റെ അവതാരമായ 4ാമത്തെ അവതാരമായ നരസിംഹനാണ്. നരസിംഹൻ അതിശേഷൻ്റെ വളയത്തിനുള്ളിൽ യോഗാസനത്തിലിരിക്കുന്ന ഒരു പോസ്റ്ററാണിത്. അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ: ലക്ഷ്മി നരസിംഹ ടെമ്പിൾ. ഇത് ഫോട്ടോ എടുത്തോ. പിന്നെ ഇതുണ്ടല്ലോ, എല്ലാവരും 2 രീതിയിൽ പറയാറുണ്ട്. ഇത് ഉഗ്ര നരസിംഹനാണ്, അല്ല ശാന്ത നരസിംഹനാണെന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ സൈഡിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ശില്പം ഉണ്ടായിരുന്നു കേട്ടോ. അത് തകർന്നു പോയി. ലക്ഷ്മി ദേവിയുടെ ഒരു കൈ പക്ഷെ അതിൻ്റെ തോളത്തുണ്ട്. ഇതിൻ്റെ മുഖമാണേലും കുറച്ച് പൊട്ടിയൊക്കെ പോയി. അത് കാരണം എല്ലാവരും ഇത് ഉഗ്ര നരസിംഹനാണെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ ഈ ലക്ഷ്മി ദേവിയുടെ കൈ ചേർത്ത് പിടിക്കുന്ന ആ ഒരു പോസ്റ്റർ ഉള്ളതുകൊണ്ട് ഇത് ശാന്തസ്വരൂപനായ നരസിംഹനാണ് എന്ന് തെളിയിക്കുന്നത്. ഇതേ അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ ഒരു കെട്ടിടം പോലെ കണ്ട് അതിൻ്റെ അകത്തേക്ക് പോയി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ശിവലിംഗം കാണിട്ടായിരുന്നു. ഞങ്ങളിവിടെ ഈ ടെമ്പിളിൽ വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെടാൻ വന്നവരാണ് കേട്ടോ. കൊച്ചിന് ഞങ്ങളുടെ ബൈക്ക് കാണുമ്പോൾ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഓടി വന്ന് ഞങ്ങളോട് ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, എത്ര ദിവസം എടുക്കും അവിടെ ചെല്ലാൻ, അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ചോദിക്കും, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ ഒന്ന് പറയുമോ. അപ്പോൾ അവൻ പറഞ്ഞു കൊടുത്താൽ ഔട്ട് ടോക്സ് അവർ സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ജസ്റ്റ് അടിച്ചാലൊന്നും വരത്തില്ല, ലിങ്ക് കോപ്പി ചെയ്ത് അയച്ചു കൊടുത്താലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ചെറുതായിട്ടൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ ശിവ ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് വന്നേക്കണേ. ഇവിടെ കുറേ പോത്തുകളൊക്കെ മേയുന്നുണ്ടല്ലോ.
താഴത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ അമ്പലം. ഇവിടെ മൊത്തത്തിലൊരു കുളത്തിൻ്റെ അകത്ത് അമ്പലം ഇരിക്കുന്നത് പോലത്തെ ഒരു ഫീലാണ്. വിജയനഗര സാമ്രാജ്യകാലത്തുള്ള ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെയുമായി സെയിം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. ഇവിടെ പക്ഷേ അധികം കൊത്തുപണികളും കാര്യങ്ങളും ഒന്നുമില്ല, ചെറുതൊക്കെ ആയിട്ട്. ഈ ചേച്ചി ഇവിടെ വൃത്തിയാക്കണ ചേച്ചി കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും ഇവിടെ ഒന്നും അധികം സന്ദർശകരില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഒരു ഇതുപോലെ ഭയങ്കര ഒരു സ്മെല്ല്. അതായത് വവ്വാലുള്ളിടങ്ങളിൽ കിട്ടുന്നൊരു സ്മെല്ല്. അതിൻ്റെ അകത്താണ് ശിവലിംഗം ഉള്ളത്. അത് ഈ ഇരിക്കുന്നത് നന്ദി പ്രതിമയാണ് കേട്ടോ. ആ പ്രതിമയും ഇരിക്കുന്നത് വെള്ളത്തിലാണ്. വെള്ളമാണ്, ശരിക്കും കാണാൻ പറ്റുന്നില്ല. അത് വെള്ളമാണ്, വെള്ളത്തിലാണ് ആ നന്ദി പ്രതിമ ഇരിക്കുന്നത്. അപ്പം നേരെ നോക്കുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ അകത്ത് ഒരു ശിവലിംഗമുണ്ട്. അത് വെള്ളത്തിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിനെ അണ്ടർ വാട്ടർ ശിവ ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടെ അകത്ത് വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ശിവലിംഗമുണ്ട്. കണ്ടോ, വവ്വാലുകൾ പറന്ന് വന്നത് കണ്ടോ. അപ്പം നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത സൈറ്റിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ക്യൂൻസ് ബാത്തിൻ്റെ പുറകിൽ പുറത്തു നിന്നുള്ള ദൃശ്യം. ഇവിടെ ഗൈഡുകളുടെ കൊത്തിവലിക്കലാണ്. 2000 രൂപ അവർ ചോദിക്കുന്നത്. 2000 രൂപ തൊട്ട് 200 രൂപ ഇവിടെ കൊടുക്കാനില്ല. അപ്പോഴാണ് നമുക്ക് തനിയെ ഇതിൻ്റെ അകത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാം. ആരോടെങ്കിലും കുറച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും, അതിലൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പറഞ്ഞു തരാം. കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടോ നല്ലൊരു ഗാർഡൻ പോലത്തെ സെറ്റപ്പാണ്. നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ പോയി വായിച്ചെടുത്ത് മനസ്സിലാക്കി പിന്നെ ബാക്കി ആരോടെങ്കിലൊക്കെ ചോദിച്ച് നമുക്കതിനെക്കുറിച്ച് രൂപം കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഒരു പൂപ്പൽ പിടിച്ച് കെട്ടിടാൻ പോലെ ഉണ്ടല്ലോ. പക്ഷെ അകത്ത് തന്നെയാണ് നമുക്കറിയില്ലല്ലോ. നമുക്കകത്ത് പോയി നോക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടി. ഇത് ഇൻഡോ ഇസ്ലാമിക് രീതിയിലുള്ളൊരു ആർക്കിടെക്ചറാണ് ഈ സംഭവം മൊത്തം. ഈ കെട്ടിടം കണ്ടില്ല, ഒരു ഇസ്ലാമിക് ടച്ചല്ലേ ഉള്ളത്. പിന്നെ ഇതാണ് റാണിക്ക് കുളിക്കാനുള്ള കുളം. ഇത് ഏത് റാണിയാണ് ഉപയോഗിച്ചിരുന്നതെന്നോ അതുപോലെ ഏത് അവസരത്തിലാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്നോ ഒന്നും അറിയില്ല. അതിനൊരു തെളിവുമില്ലെന്നാണ് ഇവിടെ എഴുതി വച്ചേക്കണത്. പക്ഷെ എന്നാലും ഇത് ക്യൂൻസ് ബാത്ത് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.
അപ്പോൾ ക്യൂൻസ് ബാത്തും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ എല്ലാം കൂടെ കയറ്റാൻ പറ്റത്തില്ല ഗേൾസ്, കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി പോയിന്റുകൾ പോയി കാണാം, ബാക്കി കാഴ്ചകൾ കാണാം. എനിക്കറിയാവുന്നതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നാൽ ഓക്കെ, ബൈ.